ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന മിക്ക ഗാഡ്ജറ്റുകളും ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അങ്ങനെ ഏതെങ്കിലും സൈറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള സൈറ്റുകൾ ഞാൻ നോക്കി വെക്കും. അതിന് ഏറ്റവും നല്ല ഓഫർ എപ്പോഴാണോ വരുന്നത് ആ സമയത്താണ് ഞാനത് പർച്ചേസ് ചെയ്യുന്നത്. ഈ രീതിയിൽ നല്ല ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഡിസ്കൗണ്ട് നോക്കിയിരുന്ന് ഡിസ്കൗണ്ട് എത്തുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ കാണും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു EMI കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആ കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ പ്രൊഡക്റ്റുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു EMI കാർഡ് പരിചയപ്പെടുത്താം. ഈ ഒരു കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈനായും ഓഫ്ലൈനായും സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യാവുന്നു, എങ്ങനെ ഇത് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാവുന്നു, എലിജിബിൾ ആണെങ്കിൽ എങ്ങനെ ഇത് ആക്ടിവേറ്റ് ചെയ്യാവുന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും ബജാജിന്റെ ഇൻസ്റ്റ EMI കാർഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു കാർഡ് അപ്ലൈ ചെയ്ത് എങ്ങനെ ആക്ടിവേറ്റ് ആക്കി എടുക്കാമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ കാണാം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. എല്ലാ കമന്റുകൾക്കും റിപ്ലൈ വരുന്നതാണ്. അപ്പം മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു EMI കാർഡിന് ആനുവൽ ഫീ ഒന്നുമില്ല. നിങ്ങൾ വൺ ടൈം ചെറിയൊരു എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു കാർഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബജാജിന്റെ ഇൻസ്റ്റ EMI കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന പോലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ ആദ്യം എൻ്റർ ചെയ്ത് കൊടുത്ത് ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇന്റർഫേസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് യുവർ ഫുൾ നെയിം എന്ന് പറഞ്ഞ് ഒരു സെക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ഫുൾ നെയിം കൊടുക്കണം. ഫുൾ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പാൻ കാർഡിൽ കൊടുത്തിട്ടുള്ള അതേ നെയിം തന്നെ കൊടുക്കണം. അതിന്റെ താഴെയായിട്ട് ഓട്ടോഫിൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് കിടപ്പുണ്ട്. അത് എനേബിൾ ആയിട്ട് തന്നെ ഇട്ടേക്ക്. കാരണം നിങ്ങളുടെ പാൻ കാർഡിലുള്ള നെയിം കൊടുക്കുമ്പോൾ അതിൽ നിന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പിക്ക് ചെയ്യും. അതിനുശേഷം ഇനി പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേഴ്സണൽ ഡീറ്റെയിൽസ്. ആ പാൻ കാർഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡ് നമ്പർ, സിറ്റി, ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ചേഞ്ചസ് ഇതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിന് താഴെയായിട്ട് സെലക്ട് എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് എന്നുള്ളതിൽ നിങ്ങൾ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ എന്നുള്ളത് കൊടുക്കുക. അതിന്റെ താഴെ ജെൻഡർ സെലക്ട് ചെയ്യുക. ദെൻ പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ KYC പ്രോസസിംഗ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ ആണ് ഈ വരുന്നത്. വളരെ ഈസി ആയിട്ട് ഇതിന്റെ KYC നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഈ ഒരു പേജിൽ വന്നിട്ടുള്ള അഡ്രസ്സ് ശരിയാണോ എന്ന് നോക്കുക. മൊബൈൽ നമ്പർ ശരിയാണോ, ഡേറ്റ് ഓഫ് ബർത്ത് ശരിയാണോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അഡ്രസ്സിന് മാറ്റങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫേം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ KYC കംപ്ലീറ്റ് ചെയ്യണം. KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ഡിജി ലോക്കറിന്റെ ത്രൂ നിങ്ങൾ ഇതിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഡിജി ലോക്കറിന്റെ ഒരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. ഗെറ്റ് KYC ഡൺ യൂസിംഗ് ഡിജി ലോക്കർ എന്ന് കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ ഡിജി ലോക്കറിൽ ലോഗിൻ ചെയ്യാനുള്ള ഒരു സെക്ഷൻ കാണിക്കും. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ആധാർ നമ്പർ അല്ലെങ്കിൽ യൂസർ നെയിം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സൈൻ അപ്പ് ചെയ്തുകൊണ്ട് ഡിജി ലോക്കർ സെറ്റ് ചെയ്തിട്ട് KYC ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഓൾറെഡി ഡിജി ലോക്കറിന്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ സൈൻ ഇൻ ചെയ്യുകയാണ്. സൈൻ ഇൻ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. മൊബൈൽ നമ്പർ കൊടുക്കുന്നു, പിന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഡിജി ലോക്കറിൽ സെറ്റ് ചെയ്തിട്ടുള്ള പിൻ കൊടുക്കുന്നു. പിൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു OTP നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരും. ആ OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ആ ഇന്റർഫേസിൽ നിന്ന് നമ്മൾ അലോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അലോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുന്നുണ്ടെ ഇവിടെ ആധാർ അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചിട്ടുണ്ട്. അതായത് ഡിജി ലോക്കർ ബേസ്ഡ് KYC ആണ്. എലിജിബിൾ ഡോക്യുമെന്റ്, അതായത് നമുക്ക് ഈ ഒരു KYCക്ക് എലിജിബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണോ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പേജിലായിട്ട് നമ്മുടെ ഒരു KYC കംപ്ലീറ്റ് ആയതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം അത് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ എലിജിബിലിറ്റി ലിമിറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 1,35,000 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിൽ കൂടുതലാകാം, ഇതിൽ കുറവാകാം. ക്രെഡിറ്റ് സ്കോർ ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു എമൗണ്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ലിമിറ്റും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇതിന് എലിജിബിൾ അല്ല എന്നാണ്. അങ്ങനെ ഒരു കേസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും കാണിക്കുക. അതായത് ഇപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ അവൈൽ ഓഫർ എന്ന് പറഞ്ഞ് കാണിക്കും. ആ ഓഫറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാലറ്റ് കെയർ പ്ലസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണിക്കും. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ ഈ വാലറ്റ് കെയർ പ്ലസ് എടുക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം അതും ഇൻസ്റ്റ EMI രണ്ടും രണ്ടാണ്. അപ്പോൾ പലരും വാലറ്റ് കെയർ പ്ലസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എലിജിബിൾ ലിമിറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനല്ല, അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വാലറ്റ് കെയർ പ്ലസ് എടുക്കേണ്ട. നിങ്ങൾക്ക് അവിടെ എലിജിബിൾ ലിമിറ്റ് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇതിന് എലിജിബിൾ അല്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ച് നിങ്ങൾ ഈ പരിപാടി നിർത്തുക. ഇനി അഥവാ എലിജിബിൾ ലിമിറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. വളരെ സിമ്പിൾ ആണ്. പ്രൊസീഡ് ഫോർ വെരിഫിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും.
ഈ ഒരു പേജിൽ കുറേയധികം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ടോട്ടൽ ലോൺ ലിമിറ്റ് എത്രയാണ്, ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ വൺ ടൈം ജോയിനിങ് ഫ്രീ ഇതിൽ കൊടുക്കണം കേട്ടോ. ഇത് ടോട്ടലി ഫ്രീ അല്ല, അതായത് ജോയിനിങ് ടൈമിൽ നമ്മൾ 599 രൂപ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ കാർഡ് ഫീയും വരും, ഓൺലൈൻ കൺവീനിയൻസ് ഫീയും വരും. ഇതൊരു വൺ ടൈം ചാർജ് നമ്മൾ കൊടുത്തെങ്കിലേ നമുക്ക് ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ആക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം പിന്നീട് ആനുവൽ ചാർജോ അങ്ങനെയുള്ള ചാർജസ് ഒന്നും തന്നെ ഈ ഒരു കാർഡിൽ വരത്തില്ല. ഈ കാർഡ് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. EMI നെറ്റ്വർക്ക് പാർട്ട്നേഴ്സ്, അതായത് ഏകദേശം 4000 സിറ്റീസിലായിട്ട് 1.5 lakhs പ്ലസ് പാർട്ട്നേഴ്സ് ഈ ഒരു ഇൻസ്റ്റ EMI കാർഡിനുണ്ട്. അപ്പോൾ അത്രയും സ്റ്റോറുകളിൽ നിന്ന്, അത്രയും ഇടങ്ങളിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റ EMI കാർഡ് കൊടുത്തുകൊണ്ട് EMIയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ബജാജ് മാൾ ഉണ്ട്, ലീഡിംഗ് ഇ-കോമേഴ്സ് വെബ്സൈറ്റുകളിലൊക്കെ തന്നെ ഇൻസ്റ്റ EMI കാർഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം വായിച്ച് നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ഫോർ പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യണം. അതായത് നമ്മുടെ ഒരു വൺ ടൈം പേയ്മെന്റ് ഉണ്ടല്ലോ, അത് ചെയ്യാനായിട്ട് പ്രൊസീഡ് ഫോർ പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജ് ഓപ്പൺ ആവും. UPI ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, ഭീം, പേടിഎം, അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഈ ഒരു എമൗണ്ട് പേ ചെയ്യാനായിട്ടുള്ള സെക്ഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് ഏതെങ്കിലും UPI ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു എമൗണ്ട് ഞാൻ UPI ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ കാർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാർഡ് ആക്ടിവേറ്റ് ചെയ്യണം. കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ആക്ടിവേറ്റ് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പം ഇവിടെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും കേട്ടോ. കാർഡ് സ്റ്റാറ്റസ്, കാർഡ് നമ്പർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആക്ടിവേറ്റ് നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ വരും. ഇവിടെ നമുക്ക് ഈ മാൻഡേറ്റ് സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഈ ഒരു ഇൻസ്റ്റ EMI കാർഡിൽ നിന്ന് പൈസ എടുക്കുമല്ലോ, ആ പൈസ തിരിച്ച് നമ്മുടെ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഇൻസ്റ്റ EMI കാർഡിലേക്ക് പോകേണ്ടത്, അതായത് ഓരോ മാസവും ലോൺ എമൗണ്ട് അല്ലെങ്കിൽ EMI എമൗണ്ട് എങ്ങനെ അടഞ്ഞു പോകണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യണം നേരത്തെ. അപ്പോൾ അതാണ് ഇവിടെ ഈ മാൻഡേറ്റ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ ബാങ്കിന്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്ത് ഫില്ല് കൊടുത്ത് പ്രൊസീഡ് എന്നുള്ളതിൽ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവും. ഇനി നമ്മളുടെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റ EMI കാർഡ് നമുക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വരിക. ഇവിടെ ബജാജ് ഫിൻസേവ് ലോൺ EMI എന്നൊക്കെ പറഞ്ഞൊരു ആപ്പ് കാണും. ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റ EMI കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റ EMI കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ എത്ര EMI അടയ്ക്കാനുണ്ടെന്നും എത്ര EMI നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് തന്നെ കാണാനും ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് EMIs പേ ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടും. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് ബജാജിന്റെ ഇൻസ്റ്റ EMI കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ട് അത് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആക്ടിവേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ് എടുത്ത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് EMIs അടച്ചു പോകുക. ഒരു മാസത്തെ പോലും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം ഡബിൾ പലിശ കൊടുത്ത് നമ്മൾ അത് അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും ഇങ്ങനെയുള്ള കാർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പലരും EMI കാർഡൊക്കെ എടുക്കും, EMI എടുക്കും, അതിനുശേഷം അത് പ്രോപ്പറായിട്ട് അടയ്ക്കാതെ വന്നു കഴിയുമ്പോൾ വലിയ ഇഷ്യൂസിലൊക്കെ പോയി ചാടും. അപ്പോൾ പലർക്കും പറ്റുന്ന പ്രശ്നം അതാണ്. കറക്റ്റായിട്ട് ഇതിനെയൊക്കെ മാനേജ് ചെയ്ത് കറക്റ്റ് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നവർ മാത്രം ഇങ്ങനെയുള്ള കാർഡുകൾ എടുത്ത് യൂസ് ചെയ്യുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. കാരണം നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തെങ്കിലും ഓഫറൊക്കെ വരുമ്പോൾ നമുക്ക് കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ കാർഡ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് വാങ്ങാനായിട്ട് സാധിക്കും. ആ ഓഫറുകൾ പോകുന്നതിന് മുമ്പ് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ള കേസുകളിൽ ഈ കാർഡ് വളരെ യൂസ്ഫുൾ ആവും. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുക. ഞാൻ ഈ കാണിച്ച രീതിയിൽ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കമന്റുകൾക്കുള്ള റിപ്ലൈ തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.